250 രൂപയുണ്ട്. ഞാൻ വരട്ടെ. നമുക്കിന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങേര് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ റെഡി ആയിരിക്കും കേട്ടോ. ശരി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി നിന്നോടാണ് ചോദിച്ചത്. എന്താ നാം ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാതെ. അച്ഛനാണ് തെറ്റിയത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ നിറക്കി വിട്ടു. അവനിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കയില്ല. അച്ഛൻ പോയിട്ട് വരും. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡോക്ടർ എന്തോന്നും മിണ്ടാ നിൽക്കുന്നേ? എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോട് സംസാരിക്കാൻ അങ്ങനെ ഉള്ളത് നോക്കാനുണ്ടോ ഡോക്ടർ? ആദ്യം ഈ ഡോക്ടർ വിളിയൊന്ന് അവസാനിപ്പിക്കൂ. വിജയൻ എന്നെ മാലതിന്ന് വിളിച്ചൂടെ? എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് വിജയന്റെ സാമീപ്യത്തിലാണ്. തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയൂ. വിജയനെ എനിക്കിഷ്ടമാണ്. മാലതിയെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് അശേഷം ആഗ്രഹമില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. എന്റെ പരിസ്ഥിതികൾ അങ്ങനെ ആയിപ്പോയി. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ? ഇല്ല മാലതി, അത് മാലതിയെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. വിജയൻ, വരൂ, നമുക്ക് പോകാം. ദേവതി അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ദേവ ഒരു കത്തുണ്ട്. എനിക്ക് കത്തോ? രേവതി മോളെ, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നു. അസൗകര്യമില്ലെങ്കിൽ നീ അമ്മാവന്റെ വീട് വരെ ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിജയനെ കാണണം. അവനോട് മാപ്പ് ചോദിക്കണം. അമ്മാവൻ തോറ്റുപോയി മോളെ, തോറ്റുപോയി. മതി. നീ എന്താടി മിണ്ടാതിരിക്കുന്നു? ഞാൻ വരുന്നില്ല. അതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് അദ്ദേഹം കണ്ടു. ഓ, അതിനിപ്പോ എന്താണ്? എടി, ഞാൻ കൊണ്ടുവരുന്ന പണം കൊണ്ടല്ലേ ഇവിടെ കഞ്ഞി വയ്ക്കുന്നു. അല്ലാതെ അയാള് ലേണിച്ചോണ്ട് വരുന്നുണ്ടാണ്. ഞാൻ വരുന്നില്ല. അവിടെ ഒരു ശീലാവതി ഞാൻ വരുന്നുണ്ട്. പറഞ്ഞു കേൾക്കണല്ലേ? ഓമനെ മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ കുടിക്കാൻ. ചേട്ടാ, എനിക്ക് മാപ്പ് തരും. ചേട്ടൻ ഒരിക്കലും പൊറുക്കാനാകാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഞാൻ പോകുന്നു.
എന്നെ മറന്നേക്കും. ഒരു വാക്കുകൂടി, ഓമനെ കൂടി നശിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഓമനെ, 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 ഓമനെ. ഓളെ, ഓളെ, എന്റെ ഓമന ഓളെ. എന്നോട് ക്ഷമിക്കും അമ്മാവ. തെറ്റ് ചെയ്തപ്പോഴും നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ നിന്നെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ വീട് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വഴിക്ക് പോയി. നീ എന്റെ കൂടെ കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരുകയില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. എനിക്കിനി ഈ ഭൂമിയിൽ ആരുണ്ട്? അമ്മാവൻ ആരുമില്ലേ? ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ അമ്മാവന്റെ മോളല്ലേ? പറയൂ, ഞാൻ അമ്മാവന്റെ മോളല്ലേ? മോളെ, അമ്മാവനെ നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങളോട് വരൂ. വരൂ അമ്മാവ. വരൂ അമ്മാവ. അമ്മാവ, ഇന്ന് മുതൽ ഇതായിരിക്കും അമ്മാവന്റെ വീട്. രേവതി, നീ ഇനി ഹോസ്റ്റലിൽ പോകണ്ട. അമ്മാവനുണ്ടല്ലോ ഇവിടെ. ഗോവിന്ദ, അമ്മാവനോട് എല്ലാ സൗകര്യങ്ങളും മോളി ചെയ്തു കൊടുക്കും. എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും രേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വരൂ അമ്മാവ. നാഗപ്പൻ, നാഗപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. നാഗപ്പന് സഹായം ചെയ്ത് ശീലമില്ല. സഹായം എന്ന് പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. നാഗപ്പന്റെ പ്രതിഫലം എത്ര തന്നെ ആയാലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഹലോ, വിജയൻ ഹിയർ. രേവതിയുടെ കൂട്ടുകാരിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്ന വഴി 2-3 റൗഡികൾ ചേർന്ന് രേവതിയെ പിടിച്ചുകൊണ്ട് പോയി. അവരെങ്ങോട്ടാണ് പോയത്? ഫോറസ്റ്റ് ഡിപ്പോയ്ക്ക് അടുത്തുള്ള ഇടിഞ്ഞുപണിഞ്ഞ ബംഗ്ലാവിന്റെ നേരെയാണ് അവർ പോയത്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ.
കോൺസ്റ്റബിൾ കമാൺ. എന്താ വിജയൻ, ഇതെന്ത് പറ്റി? എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കരുത് മാലതി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കൊള്ളാം. എന്താണ് വിജയൻ ഇതിന്റെയൊക്കെ അർത്ഥം? മാലതി, ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതമായി ഇണങ്ങിപ്പോകാൻ മാലതി കഴിയില്ലെന്ന്. ഏത് നിമിഷവും പോലീസിന്റെ കയ്യിലകപ്പെട്ടേക്കാവുന്ന ഒരു കള്ളക്കടത്തുകാരനാണ് ഞാൻ. ഇപ്പോൾ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോട്ടെ. നിൽക്കൂ. വീണ്ടും പോലീസിന്റെ പിടിയിലേക്കാണോ പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകും. ഇനിയും ഞാനിവിടെ നിന്നാൽ അത് മാലതിയുടെ സൽപ്പേരിനെ കൂടെ ബാധിക്കും. വിജയൻ എന്തിനീ ജീവിതം സ്വീകരിച്ചു? മനഃപൂർവ്വമല്ല, സാഹചര്യം എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. എന്റെ ജീവിതം ഒരു കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. ആരുടെയും ജീവിതം പൂർണ്ണമല്ല വിജയൻ. എന്റെ ജീവിതത്തിലും ചിലതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ഉറക്കത്തിൽ കണ്ട ഒരു ദുസ്വപ്നം പോലെ മറന്നേക്കൂ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കൂ. ഇനിയും എനിക്കതിന് സാധിക്കില്ല മാലതി. ശ്രമിച്ചാൽ സാധിക്കാത്തത് എന്തുണ്ട് വിജയൻ? ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ വിജയനോട് അപേക്ഷിക്കുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തിരിച്ചു വരാൻ കഴിയാത്രത്തോളം ദൂരം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഈയിടെയായി നമ്മുടെ കാര്യങ്ങൾ വിജയൻ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതെല്ലാം വെറുതെ തോന്നുന്നതാണ്. വിജയൻ ഒരു കാലവും നമ്മെ വിട്ടു പോവില്ല. ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. വിജയനോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ മാവ? മറ്റൊന്നുമല്ല, രേവതിയുടെ കല്യാണക്കാര്യമാണ്. അതിനെന്താ, നമുക്ക് നടത്തിക്കളെ. എന്താ രേവതി? രേവതി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. നല്ല പയ്യന. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ആട്ടെ, ഞാനും കൂടെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇന്ന് വൈകിട്ട് വൈഷ്ണവ് ക്ലബിൽ അദ്ദേഹം വരും. ചേട്ടൻ വരൂ. ഷുവർ. ചേട്ടാ, എന്താണിത്? എന്റെ അനിയത്തിയെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് നീ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? എന്നോടുള്ള പ്രതികാരം തീർക്കാൻ
നീ എന്റെ പെങ്ങളെ കരുവാക്കി. എതിർക്കാമെങ്കിൽ എതിർത്തോ. ചേട്ടാ നിർത്തൂ. ചേട്ടാ നിർത്തൂ. നിങ്ങളുടെ വഴക്ക് നിർത്തുന്നുണ്ടോ ഇല്ലയോ? എന്ത് പറ്റി സാർ? ഒന്നുമില്ല. ചേട്ടാ വിനോദ്, ഇതാണ് എന്റെ ചേട്ടൻ. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഞങ്ങൾ കുറിച്ച് സംസാരിക്കാനുണ്ട്. ദേവതി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എന്റെ പാവപ്പെട്ട അനുജത്തി നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നു. പക്ഷെ ഒരു കാര്യം, ഇനി നീ അവളെ കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് രേവതിയായിരിക്കും.